ഡോക്ടറെ തുടരുന്നു. ഡോക്ടറെ, പുതിയ തലമുറയിൽ കാണുന്ന മറ്റൊരു പ്രശ്നം കുടുംബ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് വിശേഷിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ധാരാളം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് സൈക്കോതെറാപ്പി പരിഹാരമാകുന്നുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു വീട് കെട്ടി. വീട് കെട്ടുമ്പോൾ അത് ചട്ടക്കൂട് മാത്രമേ ആവുന്നുള്ളൂ. അതിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും കുട്ടിയും അല്ലെങ്കിൽ ഫാമിലി എന്നുള്ള രീതിയിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ അത് വീട് ഒരു കുടുംബമായി മാറും. അതേ കുടുംബത്തിൽ പരസ്പര ധാരണയും പരസ്പര വിശ്വാസവും വരുമ്പോഴാണ് ആ വീട് ഒരു സ്വർഗമായി മാറും. ഇക്കാലത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ പല വീടുകളിലും പല കുടുംബങ്ങളിലും ഈ പരസ്പര ധാരണയും പരസ്പര വിശ്വാസവും ഉണ്ടാവാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രോബ്ലമാണ്. വീടുകളിൽ അച്ഛനമ്മ, അതായത് മുത്തച്ഛൻ മുത്തശ്ശി നമ്മൾ പറയുന്നത്, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും എങ്ങനെ ഇത്തരം കാര്യങ്ങളെ അവർക്കനുസരിച്ച രീതിയിൽ സോൾവ് ചെയ്ത് കൊണ്ടുപോവാം എന്ന് അവർക്കുള്ള ഗൈഡൻസ് തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട്. പക്ഷേ ഇക്കാലത്ത് അതില്ലാത്തത് കൊണ്ട് അച്ഛനമ്മയും വീട്ടിലില്ല, അല്ലെങ്കിൽ മുതിർന്നവരില്ല. അതുമല്ലെങ്കിൽ മുതിർന്നവരോട് ഇവർ ചോദിക്കാൻ കാണിക്കുന്ന മടി. തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും ഈ കാര്യങ്ങളെ വളരെയധികം കാലം 40-50 കൊല്ലം കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരോടൊരു വാക്ക് ചോദിച്ചാൽ മതി, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം. പക്ഷെ അവർ ചോദിക്കാറില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര ധാരണ അവിടെ കുറയുന്നു. ചെറിയ ചെറിയ പിന്നെ വേറൊരു റിസർച്ച് ഫൈൻഡിങ് എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു 6 months, അത് ലവ് മാരേജ് ആണെങ്കിലും ശരി അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ശരി, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 6 മാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു മധുവിധകാരം. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അത് കഴിഞ്ഞ് ഈ 6 മാസം കഴിഞ്ഞ് ഏകദേശം ഒരു 2 to 2.5 years ആണ് അതിനുള്ള സമയം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, എൻ്റെ വൈഫിന് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഇതൊരു പ്രശ്നമാണല്ലോ, ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും പരസ്പരം കലഹിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും. ഈ ഘട്ടം, അതായത് 6 മാസം മുതൽ 2.5 വർഷം വരെയുള്ള ഈ ഘട്ടത്തിലാണ് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സും സംഭവിക്കാറുള്ളത്. ഈ ഘട്ടം അങ്ങോട്ട് തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ മെല്ലെ മെല്ലെ സോൾവ് ആയി തുടങ്ങും. എന്താ പ്രശ്നം എന്താ വെച്ചാൽ, എനിക്കുള്ള അതേപോലത്തെ പോരായ്മ എൻ്റെ പാർട്ട്ണറിനുണ്ട്. അപ്പൊ ആ പാർട്ട്ണറുള്ള പോരായ്മ ഞാൻ എങ്ങനെ പരിഹരിക്കുന്നു, അതേപോലെ എൻ്റെ പോരായ്മ എൻ്റെ പാർട്ട്ണറും സഹിക്കുന്നുണ്ട്. അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറും. ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ സാറ്, ഇത് കോട്ടയത്ത് നിന്നാണോ വിളിക്കുന്നത്? ചോദിച്ചോളൂ. എനിക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര പേടിയാ, പിന്നെ ടെൻഷനൊക്കെയാ. പിന്നെ ഒരു കുഞ്ഞുണ്ട് എനിക്ക്, 3-4 മാസമായ. കുഞ്ഞിനെ ഓർത്ത് ഭയങ്കര പേടി. പിന്നെ കുഞ്ഞിന്റെ കൈയും കാലും ഒക്കെ മുറിക്കുന്നതായിട്ടുള്ള ചിന്തകള്. അപ്പൊ ഭയങ്കര പേടി, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും അതിന് കാരണം? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് കോളേജിൽ ജോലി ചെയ്യുക. താങ്കൾ ഒറ്റയ്ക്കാണ് താമസം വീട്ടില്? ഇപ്പൊ ഞാൻ തന്നെയാ. വീട്ടിൽ അവരാരും ഇല്ല? ഒരു കുട്ടീനെ വെച്ചുകൊണ്ട് താങ്കൾ? ഇപ്പൊ എന്റെ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളോട് ഇതിനെ കുറിച്ച് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു, പേടിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി, മാറിക്കോളും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളെല്ലാം എല്ലാവർക്കും ഒക്കെ വരാറുള്ളതാ. എത്ര വയസ്സായി താങ്കൾക്ക്? 26. ഇതിനു മുമ്പ് ഇങ്ങനത്തെ പേടി ഉണ്ടായിരുന്നു? ഈ കൊച്ചുണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു? അങ്ങനെ അല്ലാതെ ഇങ്ങനെയൊക്കെ പേടികളൊക്കെ മനസ്സിൽ കൂടെ ഒക്കെ വരാറുണ്ടായിരുന്നു. അല്ലാത്ത തെറ്റായിട്ടുള്ള ഓരോ ചിന്തകളൊക്കെ വരുവേ. അടുത്തുള്ള സൈക്കോളജിസ്റ്റിനെ കാണുന്നത് തന്നെയാണ് ഇതിന് പോകും വഴി. തീർച്ചയായിട്ടും താങ്കളുടെ പേടി മാറും, പേടി മാറിയിരിക്കും. പേടി എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു അവസ്ഥാവിശേഷമാണ്. മനസ്സിന്റെ അവസ്ഥാവിശേഷം തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിന് സഹായം ഇല്ലെങ്കിൽ തന്നെ കാലം മാറ്റും. പക്ഷേ അത് എത്രയും വേഗം മാറണം എന്നുള്ളതായിരിക്കണം അതിന്റെ ശരിയായ രീതി. അതുകൊണ്ട് അടുത്തുള്ള സൈക്കോളജിസ്റ്റിനെ തീർച്ചയായിട്ടും കാണുക. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് വീണ്ടും അടുത്ത തിങ്കളാഴ്ച 2:30. നമസ്കാരം.